ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എന്താ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടുന്നില്ല, ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇടുന്നത്. സോ ഇന്നൊരു ഫാമിലി ഔട്ടാണ്, അപ്പം അതൊന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞങ്ങൾ ഇറങ്ങി കേട്ടോ, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായി. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന്. രാവിലെ എണീറ്റതും എൻ്റെ മോള് ഭയങ്കര വാശിയായിരുന്നു. പുറത്തെങ്ങോടെങ്കിലും പോവാം, കാറിൽ പോവാം അച്ചാച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ അടുത്തുള്ളൊരു പാർക്കുണ്ടല്ലോ, ഹിൻലാൻഡ്, അത് നോക്കിയപ്പോൾ അവിടെ വഴി ബ്ലോക്കാണ്. കാരണം അവിടെ റോഡ് പണി നടക്കുകയാണ്, അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു ശ്രീകൃഷ്ണപുരത്തേക്ക്. ശ്രീകൃഷ്ണപുരത്ത് ബാബുജി പാർക്ക് എന്നുള്ളൊരു പാർക്കുണ്ട്. സോ എല്ലാവിടെയും റോഡ് പണി നടക്കുക കേട്ടോ. അത് ഇപ്പോൾ കണ്ടില്ലേ, അവിടെയും റോഡ് പണി നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ഒക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിലുള്ള പോകുന്ന വഴിക്ക് ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ശിവക്ഷേത്രമുണ്ട്, ഈശ്വരമംഗലം ശിവക്ഷേത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാനിതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അവരുടെ പാർക്കിങ്ങിൽ പോയി ഞങ്ങൾ ദേ വണ്ടിയൊക്കെ നിർത്തി വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടി. ദേ കണ്ടോ, കുഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുറങ്ങി. അവൾക്ക് കാറിൽ കയറിയ അപ്പം തന്നെ ഉറങ്ങണം, അതാണ്. ഇനിയിപ്പോൾ വഴിപാട് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ ഞങ്ങളും വെച്ച് പിടിച്ചു. അങ്ങനെ വഴിപാട് രസീതൊക്കെ ആയിട്ട് ഞങ്ങൾ ദേ അമ്പലത്തിനകത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവൾ നല്ല വാശിയായിരുന്നു. അവിടെ പേനയൊക്കെ വേണം പറഞ്ഞിട്ടായിരുന്നു വാശി. സോ അങ്ങനെ കുറച്ച് സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ക്യാമറയൊന്നും കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ തന്നെ, അവൾ വാശി പിടിച്ചാൽ ഞാൻ തന്നെ എടുക്കണം. അങ്ങനെ ഒരു വാശിയുള്ള കുട്ടിയും കൂടിയാണ് എൻ്റെ മോളെന്ന് പറയുന്നത്. അപ്പോൾ അവളെ എടുത്തിട്ടാട്ടോ ഞാൻ അമ്പലത്തിലേക്ക് കയറിയത്. വിചാരിച്ച പോലെയല്ല, നല്ല വലിയ അമ്പലമാണ് കേട്ടോ. അതിൻ്റെ കവാടം തന്നെ വലിയ കവാടമായിരുന്നു, കയറി പോകാനായിട്ടുള്ള കവാടം വലിയ കവാടമായിരുന്നു. സോ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഇടയിൽ അവൾ കരയുന്നുമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതി. അമ്പലത്തിനകത്ത് മുമ്പ് ഫോൺ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ അകത്തൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ ഫുൾ തൊഴുതി ഞങ്ങൾ പുറത്തേക്ക് വന്നു. നാഗദൈവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ തൊഴുതി. അങ്ങനെ പെട്ടെന്ന് തന്നെ കാറിൽ വന്നിരുന്നു കേട്ടോ, അവൾ വാശിയായത് കൊണ്ട് തന്നെ. അപ്പം നമ്മളിവിടെ വഴിപാടിനുള്ള കൗണ്ടർ ഇതൊക്കെയായിരുന്നു. അപ്പം ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് ഞങ്ങൾ ദേ ബാബുജി പാർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ ഞങ്ങൾ എത്തി ബാബുജി ചിൽഡ്രൻസ് പാർക്ക്. ശ്രീകൃഷ്ണപുരത്താണ് ഈ ഒരു പാർക്ക് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളൊരു പാർക്കാണ്. ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കൗണ്ടറെത്തി. ഇതേ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ആരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ദേ അകത്തേക്ക് കയറി. അച്ഛൻ വെയിറ്റ് ചെയ്യാണ് ടിക്കറ്റിനായിട്ട്. അപ്പം നമ്മൾ അകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം 11 മണിയൊക്കെ ആയിട്ടോ ഇവിടെ എത്തുന്ന സമയത്ത്. സോ അകത്ത് കയറിയപ്പോൾ നല്ല വിശാലമായ അന്തരീക്ഷമാണ്. കാരണം അവിടെ മനുഷ്യനുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ പോയവർ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്ലീനിങ് ചേച്ചിമാരും ഉണ്ടായിരുന്നു കേട്ടോ. ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാർ 2-3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. അപ്പോൾ വാ അച്ഛമ്മേ പോവുക, വാ അമ്മേ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുകയാണ്, വാശി പിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവളുടെ കൂടെ പോണതുമില്ല. അച്ഛൻ വരട്ടെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് അവൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു സാവകാശമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയും കൊണ്ട് നേരെ അങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയിലൊരു ബൗബൗവിനെ കണ്ടു. അങ്ങനെ ബൗബൗവിനെയൊക്കെ കണ്ട് നോക്കി അവളെ കാണിച്ചു കൊടുത്ത്. ഇതൊക്കെയാണ് നമ്മൾ കയറുന്നിടത്തുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. വേഗം വന്നു. അവൾ ആദ്യം വന്നത് ദേ സ്ലൈഡിലേക്കാട്ടോ. അങ്ങനെ സ്ലൈഡിലേക്ക് പോകുമ്പോഴും അവൾക്ക് എന്നെ വേണം. അങ്ങനെ അവൾക്ക് എങ്ങനെയാണ് കയറേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തു. അങ്ങനെ അവൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു 11-11:30 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു കേട്ടോ. പാവം തോന്നി. അവൾക്കാണെങ്കിൽ കളിക്കാനുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഈ ചൂട്, അവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാലൊക്കെ പൊള്ളുമല്ലോ. അപ്പോൾ ഭയങ്കര പാവം തോന്നി. പൊള്ളണ അത്ര ചൂടൊന്നുമില്ല, ഏകദേശം ഒരു അവൾക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പോഴത്തെ അവൾക്ക് കളിക്കാനുള്ള ഇൻട്രസ്റ്റിൽ ചൂടും കാറ്റും ഒന്നും അവൾ അറിഞ്ഞില്ല. അവളാണെങ്കിലോ നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുമായിരുന്നു. അവിടെ പച്ച, നീല, മഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡുകൾ
ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലിങ്ങനെ ചാടി കയറി കളിക്കുക കേട്ടോ. മാത്രമല്ല അവൾ നല്ല വഴി കൂടെ ഒന്നും കയറില്ല, സ്റ്റേഴ്സിലൂടെ കയറിയിട്ട് അതിൽ കൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അതൊന്നും കേൾക്കാറില്ല. ആൻഡ് തിരിച്ചാണ് കയറുന്നത്. ഇതുണ്ടോ, ഇതിനകത്തൂടെ കയറിയിട്ട് അവൾ അതിനകത്തൂടെ വരും. അങ്ങനെ ഈ ജമ്പിങ് മാറ്റിലും അവളങ്ങനെ വന്ന് കളിച്ചു. ജമ്പിങ് മാറ്റിൽ കുറച്ച് നേരമൊക്കെ കളിക്കാൻ പറ്റുള്ളൂ, അവൾക്ക് അങ്ങനെ പൊങ്ങാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് പെട്ടെന്ന് തന്നെ അവൾക്ക് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതും വിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ടൈം ഏകദേശം 4 മണി മുതലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറേ സാധനങ്ങളിലൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. കാരണം അത് അവർ ഓപ്പറേറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തോണിയും ജൈൻറ്റ് വീലും ഒക്കെ കുട്ടികൾക്കുള്ളതുണ്ടായിരുന്നു. പിന്നെ ഈ പൂളിൽ വന്നപ്പോൾ എനിക്കൊന്ന് റൈഡ് ചെയ്യാൻ തോന്നി. അങ്ങനെ ഞാൻ അതിൽ കിടന്ന് റൈഡ് ചെയ്തു. അപ്പോഴത്തേക്കും വാവ വാശി പിടിച്ചപ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടുത്തെ റൂള് പ്രകാരം എനിക്കൊന്നും അതിൽ കയറാൻ പറ്റില്ല, എങ്കിലും ഞാൻ അധികം വെയിറ്റൊന്നും ഇല്ലയെന്ന് വിചാരിച്ചെങ്കിൽ കയറി. അത് കഴിഞ്ഞതിന് ശേഷം ദേ അടുത്തത് സൈക്കിളാട്ടോ. സൈക്കിളും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി, നല്ല രസമുണ്ടായിരുന്നു. ആദ്യം എടുത്ത സൈക്കിൾ കേടായിരുന്നു കേട്ടോ. ഇത് രണ്ടാമത് എടുത്ത സൈക്കിളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സൈക്കിളൊക്കെ വിട്ട് അപ്പത്തൂടെ അങ്ങോട്ട് വരിക കേട്ടോ. ആൻഡ് അച്ഛമ്മയും മോളും കൂടെ ഇങ്ങനെ നടക്കാൻ പോയിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തി അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് അവൾക്കതും അടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരിക കേട്ടോ. തിരിച്ച് വരുന്ന വഴിയിൽ നിറയെ പൂവും ചെടിയും കായും ഒക്കെ കണ്ടു. പിന്നെ ഊഞ്ഞാലിലൊക്കെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് അവളെ പിടിച്ചിരുത്തി കുറച്ച് നേരം അവളെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുത്തി. അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചിൽഡ്രൻസ് പാർക്കിൽ പോവുക, കളിക്കുക എന്നതൊക്കെ. പിന്നെ അവിടെ നിറയെ ചെടി, നല്ലൊരു അന്തരീക്ഷമായിരുന്നു ആ പാർക്ക് എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണപുരം ബാബുജി പാർക്ക് എന്ന് പറയുന്നത്. സോ ഞാനൊരു കാര്യം മറന്നുപോയി, അവിടെ വലിയൊരു പ്രതിമയുണ്ട് കേട്ടോ, ബാബുജിയുടെ മീൻസ് ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അതിനിങ്ങനെ ഭംഗി കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ഇത് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ നടന്ന് പോകുന്നതാണ്. അമ്മ വീഡിയോ എടുത്തു തന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പം അമ്മ അങ്ങനെ വീഡിയോ എടുത്ത് തന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇതേ കാണുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. സോ അത് കേടായിരുന്നു. അപ്പോഴത്തേക്ക് അവൾ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ ഞാൻ അതിലൊക്കെ കുറച്ച് നേരം ഇരുത്തി ഇങ്ങനെ ആട്ടിയിട്ടോ. നല്ല രസമുള്ള സാധനമൊക്കെ ആയിരുന്നു. എനിക്കൊന്നും അതിലിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ അച്ഛൻ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്, നീയും കൂടെ കയറിയിരുന്നോന്ന്. പിന്നെ ഞങ്ങൾ രണ്ടാളും ബാലൻസ് ആവില്ലല്ലോ. അവൾ 10 കിലോയും ഞാൻ 37 കിലോ ആണല്ലോ. അപ്പം ഞങ്ങൾ രണ്ടാളും ബാലൻസ് ആവില്ല എന്നതുകൊണ്ട് തന്നെ ഞാനതിനെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചേനെ. ആൻഡ് അങ്ങനെ നല്ല ഞങ്ങൾ സ്ലൈഡിലെത്തി മക്കളെ ഓരോന്നിലും കയറി ഇരുന്ന് ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചു പോകുന്നു കേട്ടോ. ഏകദേശം 12-12 അവിടുത്തെ ഓരോ റൈഡ്സിൻ്റെയും റേറ്റ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു, പേര് ഞാൻ മറന്നുപോയി, സോറി, പാരാമൗണ്ട് റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് അവിടെ പോയി കണ്ടതും ഫസ്റ്റ് ബേക്കേഴ്സാണ്. അവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വൈനും പ്ലം കേക്കും ഒക്കെ നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബേക്കേഴ്സിലെല്ലാം വന്നത് ഞങ്ങൾ ജസ്റ്റ് മേലിലേക്ക് തിരിച്ച് കയറുകയാണ്. അപ്പം കയറുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ളൊരു ഒട്ടകത്തിനെയൊക്കെ കണ്ടു കേട്ടോ. പാരാമൗണ്ട് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, നമ്മൾ ഒരു ഗൾഫിൽ ഹോട്ടലിലൊക്കെ പോയ ഫീലാണല്ലോ നമുക്ക് തരിക. സോ അതേ ഫീൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഗൾഫ് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ. അത്രയ്ക്കും ഭംഗിയായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ലൈറ്റ്സ് ആയാലും അവിടുത്തെ പൂക്കളായാലും അവിടുത്തെ ഇലകളായാലും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറയാൻ വയ്യ. ടേബിൾസും അവർ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഷെയ്ക്കായിരുന്നു, 2 വാനില ഷേക്കും പിന്നെ ഞാൻ വേറെന്തോ ഒരു ഷേക്ക് കൊടുത്തു. അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. എന്തായാലും നല്ല ഷേക്കായിരുന്നു. ബ്രോഷർ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് കത്തിയത്. നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കുറേ നാളായെന്ന്. അപ്പോൾ പിന്നെ ഉണ്ടാക്കി വരുന്ന ടൈമിലത്തേക്ക് നമ്മൾക്ക് ഇത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിക്കൻ
ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്കും അവർ ദേ ഷേക്കൊക്കെ കൊണ്ട് തന്നു. നല്ല വലിയ ഗ്ലാസ്സിൽ നിറയെ നല്ല ഷേക്കായിരുന്നു. ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മോളും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. അങ്ങനെ ഞങ്ങളിത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ CBയും എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ CBയും വീട്ടിലേക്ക് വന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല CB. എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക.